എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലേഴ് വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ മമ്മൂക്ക വന്നപ്പോൾ മമ്മൂക്കയും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തീരുമാനിച്ചത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പക്ഷെ ആ കൂട്ടത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു, കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും എടുത്ത് വന്നാൽ നല്ല രസമായിരിക്കുമെന്ന്. ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് കറുത്ത ഷർട്ടുകളായതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിരുന്നു. വേറെ കുറച്ച് പേര് പറഞ്ഞു മോഡേൺ ആയിട്ടുള്ള വേഷത്തിൽ വരുന്നതാണ് ഇഷ്ടമെന്ന്. അവരെന്നോട് ക്ഷമിക്കുക, അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിന് ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ആ മോഡേൺ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വരാൻ ശ്രമിക്കാം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഈ വർഷത്തിലും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സംതൃപ്തിയും ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും നന്ദി.